വീട്ടില് എങ്ങനെയായിരുന്നു റെസ്പോണ്ട് ഈ ഒരു ഗെറ്റപ്പിൽ ഇങ്ങനെ ഫേമസ് ആയ സമയത്ത് അതും ബോച്ചയുടെ ഒരു ഇതില് ഫേമസ് ആയപ്പോ? അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല അന്ന്. പക്ഷെ ഒരു ചെറിയൊരു ഫെയിം കിട്ടി. കുറച്ച് ആൾക്കാർ ഏറ്റവും കൂടുതൽ സന്തോഷം അമ്മയ്ക്കാണോ? അമ്മക്കും എനക്കും നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു അത്. ഏറ്റവും എന്നാൽ അമ്മയ്ക്ക് ഞാൻ കേട്ടുള്ള വെച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ബോച്ചേനെ കാണിക്കണം, ബോച്ച ഇത് കാണണം, അത് ഭയങ്കര എന്നെക്കാളും കൂടുതൽ എന്റെ അമ്മക്കാന്ന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ബോച്ച സാറിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടിട്ട് അമ്മയും ഞാനും കുറെ ട്രൈ ചെയ്തതിനു. പക്ഷെ അതൊരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ കിട്ടി. ഇപ്പം ഒരു ഇന്റർവ്യൂ ഇറങ്ങിയപ്പം കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നല്ലോ, ഇപ്പൊ കറക്റ്റ് ബോച്ചയാണെന്ന്. അപ്പം അതിന്റെ ഒരു റെസ്പോണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു? എന്തായാലും ഒരു കമന്റ്സ് ഒത്തിരി, ഞാൻ വിചാരിച്ച ഒരു നെഗറ്റീവ് കമന്റോ അങ്ങനെ ഒന്നും കണ്ടില്ല, ഫുള്ള് ബോച്ചയെ പോലെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോ ആ ഒരു റെസ്പോൺസ് പറയുമ്പോ ഞാൻ അങ്ങനെ ആ വീഡിയോ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വീഡിയോ വൈറൽ ആയപ്പോ 4 million വ്യൂസ് എന്തോ അതിന് സംതിങ് ആയതിന്. അതും വിതിൻ 24 hours ആണ് ആയത്. അപ്പൊ ഞാൻ അധികം നോക്കിച്ചില്ല. അത് ഞാൻ പറഞ്ഞാൽ നിക്കട്ടെ, അതാവുന്ന പോലെ ആയിക്കോളുന്നത്. ഞാൻ കമന്റ്സിലൊന്നും അധികം നോക്കിച്ചില്ല. ഞാൻ അധികം പിന്നെ ഒരു ദിവസം അമ്മ പറഞ്ഞു കമന്റ്സിലൊന്നും നോക്കിക്കോന്ന്. നോക്കുമ്പോ ഓൾമോസ്റ്റ് ഒരു 100% കമന്റ്സ് സെയിം കമന്റ്സ് ആണ്. ബോച്ചേനെ പോലെ തന്നെ ഉണ്ട്, ബോച്ചന്റെ മോനാണോ ഇത്, എന്നാ ഇത് നമുക്ക് DNA ടെസ്റ്റ് വേണോ, ഇങ്ങനെയാണ് എല്ലാ ഇത് തന്നെയാണ് കമന്റ്. നെഗറ്റീവ് കമന്റ് ഇല്ലേനും, എന്റെയും ചെറുങ്ങനെ. പക്ഷെ അത് വിട്ടേക്കുന്നു. ഇതിപ്പോ ഫസ്റ്റ് ആരാ പറഞ്ഞു? ഇപ്പൊ നമ്മളത്ര ആരെങ്കിലും പറഞ്ഞു ബോച്ചേന്റെ ഒരു കട്ട് ഉണ്ടല്ലോ, അങ്ങനെ ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആരാ പറഞ്ഞു? സോ ഇത് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോറിയാണ്. ഇതൊന്ന് എന്റെ ബോംബെയിലെ അമ്മേന്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച്, അത് എല്ലാം മലയാളികളാണ്. അക്കൂട്ടർ ബോച്ച സാറിന്റെ മുംബൈയിലുള്ള സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നതാണ്. ആടുന്നാണ് ഇതെല്ലാം തുടങ്ങിയത്. അക്കൂട്ടറാണ് ആദ്യം കണ്ടിച്ച് റെക്കഗ്നൈസ് ചെയ്ത് അക്കൂട്ടർ സ്റ്റോറിൽ പറയാൻ തുടങ്ങി. പിന്നെ ഫോട്ടോ വീഡിയോസ് എല്ലാം എടുക്കാൻ അക്കൂട്ടർ വീട്ടിൽ അടുത്ത് തന്നെ നിൽക്കുന്ന വീട്ടിൽ വന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കല്. ആടുന്ന ഇതിങ്ങനെ തുടങ്ങിയത്.